ഇനി നമുക്ക് ഈ ജയന്റ് ഹണിബിയുടെ വിശദമായിട്ടുള്ള വിവരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമതായി ഇവയുടെ പൂർവികരും വികാസത്തിന്റെ തുടക്കവും സംബന്ധിച്ചിട്ടുള്ള കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് പോയി കഴിഞ്ഞാൽ ഭൂമിയിലെ ഏറ്റവും വലിയ തേനീച്ചകൾ ഒന്നായിട്ടുള്ള ജയന്റ് ഹണിബി ശാസ്ത്രീയ നാമത്തിൽ ഏപ്പിസ് ഡോർസാറ്റ എന്നറിയപ്പെടുന്നു. തെക്കിഴക്കൻ ഏഷ്യൻ രാജ്യമായിട്ടുള്ള ഇന്ത്യ, ശ്രീലങ്ക, നേപ്പാൾ, തായ്ലൻഡ് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇവ വ്യാപകമായിട്ട് കാണപ്പെടുന്നു. തുറന്ന പ്രദേശങ്ങളിൽ വൻതോതിൽ ഒരൊറ്റ ചട്ടയുണ്ടാക്കി ജീവിക്കുന്ന ഇവ സാമൂഹിക കീടങ്ങളിലെ ഏറ്റവും കൗതുകകരമായിട്ടുള്ള വിഭാഗങ്ങളിലൊന്നാണ്. തേനീച്ചകൾ ഏകദേശം 10 കോടി വർഷം പഴക്കമുള്ള ഒരു വികാസ ചരിത്രമുണ്ട്. പുഷ്പസസ്യങ്ങളുടെ വികാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് തേനീച്ചകളുടെ ഉത്ഭവം എന്നത് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നുണ്ട്. ആദിമകാലത്ത് പൂമ്പാറ്റകളെ വേട്ടയാടിയിരുന്ന വണ്ട് വർഗത്തിലെ കീടങ്ങളിൽ നിന്നാണ് തേനീച്ചകൾ രൂപപ്പെട്ടത്. പിന്നീട് ഇവ പൂക്കളിലെ നെക്ടർ ശേഖരിക്കുന്നതിനായിട്ട് ശരീരഘടനയും സ്വഭാവവും മാറ്റിക്കൊണ്ട് വികാസം കൈവരിച്ചു. ഏപ്പിസ് ഡോർസാറ്റ ഉൾപ്പെടുന്ന ഏപ്പിസ് വർഗ്ഗം ഏകദേശം 3 കോടി വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ടായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ഈ വർഗ്ഗത്തിൽ ഉൾപ്പെടുന്ന മറ്റു പ്രധാന ഇനങ്ങൾ എന്ന് പറയുന്നത് ഏഷ്യൻ തേനീച്ച, യൂറോപ്യൻ പശ്ചിമ തേനീച്ച, ചെറുതേനീച്ച തുടങ്ങിയവയാണ്. ഈ ഇനങ്ങളൊക്കെയും ഒരേ പൂർവ്വയിൽ നിന്നാണ് രൂപപ്പെട്ടത്. എന്നാൽ പരിസ്ഥിതി വ്യത്യാസങ്ങൾ, കാലാവസ്ഥ, ഭക്ഷണ സ്രോതസ്സുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത സ്വഭാവങ്ങളും ശരീരഘടനയൊക്കെ ഇവയ്ക്ക് വികസിച്ചു. തേനീച്ചകളുടെ വികാസത്തിൻ്റെ തുടക്കം പ്രകൃതിയിലുള്ള മാറ്റങ്ങളോടും പരിസ്ഥിതിയോടും അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഒന്നാമതായി പുഷ്പ സസ്യങ്ങളുടെ സഹവികാസമാണ്, അതായത് കോ ഇവല്യൂഷനാണ്. പുഷ്പസസ്യങ്ങൾ വികസിച്ചതോടെ അവയുടെ പരാഗണം നടത്താൻ വേണ്ടി കീടങ്ങൾ ആവശ്യമായിട്ട് ഉണ്ടായി. തേനീച്ചകൾ പൂക്കളിൽ നിന്ന് നെക്ടർ ശേഖരിക്കുകയും അതിനിടെ പരാഗണം നടത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ സസ്യങ്ങളും തേനീച്ചകളും തമ്മിൽ സഹവികാസം നടന്നു. ഇത് തേനീച്ചകളുടെ വികാസ രീതിയിലും ശരീരഘടനയിലും മാറ്റങ്ങൾ സൃഷ്ടിച്ചു. രണ്ടാമതായി സാമൂഹിക ജീവിതത്തിൻ്റെ വികാസമാണ്. ആദിമ തേനീച്ചകൾ ഏകാന്ത ജീവികളായിരിക്കാമെന്ന് കരുതപ്പെടുന്നുണ്ട്. പിന്നീട് കൂട്ടമായിട്ട് ജീവിക്കുന്ന സാമൂഹിക സ്വഭാവം രൂപപ്പെട്ടു. റാണി, തൊഴിലാളികൾ, തേനീച്ചകൾ, ഡ്രോൺ തേനീച്ചകൾ എന്നീ വിഭാഗങ്ങളായിട്ട് വിഭജിക്കപ്പെട്ട സാമൂഹിക ഘടന രൂപപ്പെട്ടു. ഇത് ഭക്ഷണം ശേഖരിക്കുന്നതിലും ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനൊക്കെ സഹായകരമായി. പിന്നെ തുറന്ന ചട്ട നിർമ്മാണമാണ്. ഏപ്പിസ് ഡോർസാറ്റ മറ്റേത് തേനീച്ചകളെ അപേക്ഷിച്ച് വലിയ ഒറ്റ ചട്ടയാണ് നിർമ്മിക്കുന്നത്. ഇത് സാധാരണയായിട്ട് ഉയർന്ന മരക്കൊമ്പുകളിൽ അല്ലെങ്കിൽ പാറമുകളിൽ തുറന്ന സ്ഥലങ്ങളിലൊക്കെ ചട്ട നിർമ്മിക്കുന്നു. ഈ സ്വഭാവം ശത്രുക്കളെ കൂട്ടമായിട്ട് നേരിടാനുള്ള ഒരു വികാസപരമായിട്ടുള്ള തന്ത്രമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ശത്രുക്കൾ അടുത്താൽ ആയിരക്കണക്കിന് തേനീച്ചകൾ ഒരുമിച്ച് ആക്രമിക്കുന്നത് ഇവയുടെ പ്രത്യേകതയാണ്. പിന്നെ ശരീരഘടനയിലെ വികാസമാണ്. ഭീമൻ തേനീച്ചയുടെ വലിപ്പം മറ്റിനങ്ങളെക്കാൾ കൂടുതലാണ്. ഇത് തുറന്ന സ്ഥലങ്ങളിൽ ജീവിക്കാൻ വേണ്ടി സഹായകരമാണ്. കട്ടിയുള്ള ശരീരവും ശക്തമായിട്ടുള്ള ചിറകുകളും ദീർഘദൂരം യാത്രയ്ക്ക് അനുയോജ്യമാണ്. ഇവയുടെ കുത്ത് ശക്തവും വിഷമുള്ളതുമാണ്. ഇത് പ്രതിരോധത്തിന് പ്രധാനമാണ്. പിന്നെ ഇവിടെ പരിസ്ഥിതിയുടെ പ്രാധാന്യമാണ്. വൻതേനീച്ചകൾ കൃഷിയിടങ്ങളിലും വനപരിസ്ഥിതിയിലും നിർണായകരമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. ഇവ അനേകം സസ്യങ്ങളുടെ പരാഗണം നടത്തുന്നു. അതുവഴി ജൈവ വൈവിധ്യം നിലനിർത്തുന്നതിനായിട്ട് ഇവയ്ക്ക് വലിയ പങ്കുണ്ട്. വികാസ ചരിത്രം മനസ്സിലാക്കുന്നത് ഇവയെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് സഹായകരമാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജയന്റ് ഹണിബിയുടെ പൂർവികരും വികാസത്തിൻ്റെ തുടക്കവും പ്രകൃതിയിലെ സഹവികാസത്തിൻ്റെ ഒരു മികച്ച ഉദാഹരണമാണ്. പൂക്കളുടെയും കീടങ്ങളുടെയും പരസ്പര ബന്ധം ലക്ഷക്കണക്കിന് വർഷങ്ങൾക്കിടയിൽ പുതിയ ജീവിവർഗങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി. ഏപ്പിസ് ഡോർസാറ്റ ഇന്ന് കാണുന്ന രൂപത്തിലെത്തിയത് പ്രകൃതിയിലെ ദീർഘകാല മാറ്റങ്ങളുടെയും അനുസരണങ്ങളുടെയൊക്കെ ഫലമായിട്ടാണ്. അതിനാൽ തന്നെ ഇവയുടെ സംരക്ഷണവും പഠനവും മനുഷ്യരാശിക്ക് വളരെ പ്രധാനമുള്ള കാര്യമാണ്. ഇനി നമുക്ക് ഈ ജയന്റ് ഹണിബിയുടെ ചില ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നോക്കുകയാണെങ്കിൽ, ജയന്റ് ഹണിബി എന്നറിയപ്പെടുന്ന ഏപ്പിസ് ഡോർസാറ്റ ലോകത്തിലെ ഏറ്റവും വലിപ്പമേറിയ തേനീച്ച ഇനമാണ്. ഇന്ത്യയിലും ശ്രീലങ്കയിലും ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിലുമാണ് ഇവ പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. കാടുകൾ, പാറക്കെട്ടുകൾ, ഉയർന്ന മരങ്ങളുടെ ശാഖകൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇവ താമസിക്കുന്നത്. മനുഷ്യജീവിതത്തോടും പ്രകൃതിയോടും വളരെ അടുത്ത ബന്ധമുള്ള ഈ തേനീച്ചകളെക്കുറിച്ചുള്ള ചില അതിശയകരമായിട്ടുള്ള വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ, ഒന്നാമതായിട്ട് ലോകത്തിലെ ഏറ്റവും വലുതായിട്ടുള്ള തേനീച്ചയാണ് ജയന്റ് ഹണിബി. സാധാരണ തേനീച്ചകളെക്കാൾ ഇരട്ടിയിലധികം വലിപ്പമുള്ളതാണ്. ഇവയുടെ ശരീര ദൈർഘ്യം ഏകദേശം 17 മുതൽ 20 മില്ലിമീറ്റർ വരെ എത്തും. വലിപ്പം കൂടിയാൽ തന്നെ ശത്രുക്കളെ ഭയപ്പെടുത്താൻ വേണ്ടി ഇവയ്ക്ക് കൂടുതൽ കഴിവുണ്ട്. രണ്ടാമതായിട്ട് തുറന്ന സ്ഥലങ്ങളിൽ കൂട് നിർമ്മിക്കുന്നു എന്ന സവിശേഷതയാണ്. മറ്റു തേനീച്ചകളെ പോലെ അടച്ച കൂടുകളിലല്ല ഇവ താമസിക്കുന്നു. മറിച്ച് ഇവ പാറക്കെട്ടുകളുടെ വശങ്ങളിൽ അല്ലെങ്കിൽ വലിയ മരങ്ങളുടെ ഉയർന്ന കൊമ്പുകളിൽ അല്ലെങ്കിൽ കെട്ടിടങ്ങളുടെ പുറം ഭിത്തികളിലൊക്കെയാണ്. ഒരു വലിയ തുറന്ന തേൻചട്ട മാത്രമാണ് ഇവ നിർമ്മിക്കുന്നത്. ഒരൊറ്റ ചട്ടയിൽ തന്നെ ആയിരക്കണക്കിന് തേനീച്ചകൾ താമസിക്കുന്നുണ്ട്. പിന്നെ തരംഗ ആക്രമണം എന്ന് പറയുന്ന അപൂർവ പ്രതിരോധമാണ് ഇവയുടെ. ശത്രു അടുത്തു വന്നാൽ മുഴുവൻ തേനീച്ചകളും ഒരുമിച്ച് ശരീരം കുലുക്കി തരംഗം പോലെ ചലിക്കുന്നു. ഇത് പക്ഷികളെ ഭയപ്പെടുത്തുന്നു, ശത്രുക്കളെ അകറ്റുന്നു. ലോകത്തിലെ ഏറ്റവും അപൂർവമായിട്ടുള്ള സംരക്ഷണ രീതികളൊന്നാണിത്. ഇത് ശാസ്ത്ര ലോകത്ത് ഷിമ്മറിംഗ് ബിഹേവിയർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നെ ശക്തമായിട്ടുള്ള തേൻ ഉൽപ്പാദനമാണ്. ജയന്റ് ഹണിബി ഉൽപ്പാദിപ്പിക്കുന്ന തേൻ
ഔഷധ ഗുണം കൂടുതലാണ്. വനമുല്ല, ഔഷധ സസ്യങ്ങൾ, വനപുഷ്പങ്ങൾ എന്നിവയിൽ നിന്നാണ് ഇവ തേൻ ശേഖരിക്കുന്നത്. ഈ തേൻ പാരമ്പര്യ വൈദ്യത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയെ മെഡിസിനൽ ഹണി പ്രൊഡ്യൂസേഴ്സ് എന്നും വിളിക്കാറുണ്ട്. പിന്നെ ഔഷധ സസ്യങ്ങളുടെ പരാഗണമാണ്. തുളസി, നീം, കാട്ടുപൂക്കൾ, ഔഷധ സസ്യങ്ങൾ എന്നിവയുടെ പരാഗണം ഇവ മുഖ്യമായിട്ട് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സസ്യങ്ങളുടെ പുനരുൽപാദനം, ജൈവ വൈവിധ്യ സംരക്ഷണം, കാടുകളുടെ ആരോഗ്യ പരിസ്ഥിതി നിലനിർത്തൽ എന്നിവയ്ക്ക് വളരെ സഹായം ലഭിക്കുന്നുണ്ട്. പിന്നെ വളരെ ആക്രമണ സ്വഭാവമായിട്ടുള്ള തേനീച്ചയായിരിക്കുക. മറ്റ് തേനീച്ചകളെക്കാൾ ഇവ കൂടുതൽ ആക്രമണശീലമുള്ളവയാണ്. കൂട് അപകടത്തിലാണെന്ന് തോന്നിയാൽ കൂട്ടത്തോടെ ഇവ ആക്രമിക്കും. ശക്തമായിട്ടുള്ള കുത്തും ചിലപ്പോൾ മനുഷ്യർക്ക് തന്നെ അപകടമാകും വിധമുള്ള ഉപദ്രവമൊക്കെ ഇവ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മനുഷ്യർക്ക് തന്നെ അപകടമായേക്കാം. പിന്നെ കുടിയേറ്റ സ്വഭാവമുള്ള തേനീച്ച എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ജയന്റ് ഹണിബി സ്ഥിരമായിട്ട് ഒരിടത്ത് മാത്രം താമസിക്കുന്നില്ല. കാലാവസ്ഥയും പൂക്കളുടെ ലഭ്യതയും അനുസരിച്ച് ഒരു പ്രദേശം വിട്ട് മറ്റൊരു പ്രദേശത്തേക്ക് കുടിയേറാൻ വേണ്ടിയും അതുവഴി വ്യത്യസ്ത വനപ്രദേശങ്ങളിൽ പരാഗണം നടത്താൻ വേണ്ടിയൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. ഇത് പ്രകൃതിയുടെ സന്തുലനാവസ്ഥ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ തേൻ ശേഖരണം ഒരു അപകടകരമായിട്ടുള്ള ഒരു ജോലിയാണ്. വനപ്രദേശങ്ങളിൽ നിന്ന് ജയന്റ് ഹണിബിയുടെ തേൻ ശേഖരിക്കൽ വളരെ അപകടകരമാണ്. കാരണം ഉയർന്ന പാറകളിലും മരങ്ങളിലും ഒക്കെ ആയിരിക്കും ഇവയുടെ കൂടുകൾ. ആയിരക്കണക്കിന് തേനീച്ചകളുടെ ആക്രമണ സാധ്യതയൊക്കെ വളരെ കൂടുതലായിരിക്കും. പാരമ്പര്യമായിട്ട് മാത്രം അറിയാവുന്ന ഒരു പ്രത്യേക കഴിവ് ആവശ്യമാണ് ഈ തേൻ ശേഖരണത്തിന്. ഇത് ചില ആദിവാസി സമൂഹങ്ങളുടെ പാരമ്പര്യ തൊഴിലാണെന്ന് നമുക്കറിയാം. പിന്നെ പരിസ്ഥിതിയുടെ ആരോഗ്യ സൂചികയായിട്ട് ഇവ കാണുന്നുണ്ട്. ജയന്റ് ഹണിബിയുള്ള പ്രദേശങ്ങൾ ശുദ്ധവായുവും സമൃദ്ധമായിട്ടുള്ള സസ്യസമ്പത്തും കുറഞ്ഞ മലിനീകരണമൊക്കെ ഉള്ള സ്ഥലമായിരിക്കും. അതിനാൽ തന്നെ ഇതിനൊരു ബയോ ഇൻഡിക്കേറ്റർ സ്പീഷീസ് ആയിട്ട് കണക്കാക്കുന്നുണ്ട്. ശാസ്ത്രീയ പഠനങ്ങൾക്ക് വിലപ്പെട്ട ജീവിയായിട്ടും ഇവയെ കണക്കാക്കുന്നുണ്ട്. ഇവയുടെ സാമൂഹിക ജീവിതം, പ്രതിരോധ രീതികൾ, കുടിയേറ്റ സ്വഭാവം തുടങ്ങിയവയൊക്കെ ശാസ്ത്രജ്ഞർ പഠിക്കുന്നുണ്ട്. പ്രകൃതിയിലെ കൂട്ടായ ജീവിതത്തിന്റെ മികച്ച ഉദാഹരണങ്ങളൊന്നാണ് ജയന്റ് ഹണിബി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജയന്റ് ഹണിബി പ്രകൃതിയിലെ അത്ഭുതങ്ങളിൽ ഒന്നാണ്. വലിപ്പം, ധൈര്യം, പരാഗണത്തിൽ ചെയ്യുന്ന വലിയ പങ്ക്, ഔഷധ ഗുണമുള്ള തേൻ ഉൽപ്പാദനം എന്നിവയൊക്കെ മൂലം ഈ തേനീച്ച മനുഷ്യർക്കും പ്രകൃതിക്കുമൊക്കെ ഒരേപോലെ വിലമതിക്കാനാവാത്ത ജീവിയാണ്. ഇവയുടെ സംരക്ഷണം എന്നത് നമ്മുടെ പരിസ്ഥിതിയുടെ സംരക്ഷണമാണെന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് ഇവയുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ശാരീരിക സവിശേഷതകളെ പറ്റി നോക്കുകയാണെങ്കിൽ ജയന്റ് ഹണിബി ലോകത്തിലെ ഏറ്റവും വലിയ തേനീച്ചകളൊന്നാണ്. ഇന്ത്യ, ശ്രീലങ്ക, നേപ്പാൾ, കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ ഇവയെ സാധാരണയായിട്ട് കാണപ്പെടുന്നുണ്ട്. വലിയ ശരീര വലുപ്പം, ശക്തമായിട്ടുള്ള ചിറകുകൾ, പ്രത്യേക നിറപ്പകിട്ട് എന്നിവയ്ക്ക് ഇവയുടെ പ്രധാനമായിട്ടുള്ള സവിശേഷതകൾ ഇവയൊക്കെയാണ്. ഒന്നാമതായിട്ട് ഇവയുടെ ശരീരത്തിന് വലിപ്പം നോക്കുകയാണെങ്കിൽ ജയന്റ് ഹണിബികൾ സാധാരണ തേനീച്ചകളെക്കാൾ വളരെ വലുതാണ്. ഇവയുടെ ശരീര ദൈർഘ്യം ഏകദേശം 17 മുതൽ 20 മില്ലിമീറ്റർ വരെ എത്തും. ഈ വലിപ്പം കാരണം ഇവയ്ക്ക് ദൂരെ വരെ പറക്കാൻ വേണ്ടിയും കൂടുതൽ പൂക്കളിൽ നിന്ന് നെക്ടർ ശേഖരിക്കാൻ വേണ്ടിയൊക്കെ കഴിയുന്നുണ്ട്. പിന്നെ ഇവയുടെ ശരീരഘടന നോക്കുകയാണെങ്കിൽ മറ്റു തേനീച്ചകളെ പോലെ തന്നെ ജയന്റ് ഹണിബിയുടെ ശരീരം 3 പ്രധാന ഭാഗങ്ങളായിട്ട് വിഭജിച്ചിരിക്കുന്നുണ്ട്. തല, വക്ഷസ്ഥലം, ഉദരം തുടങ്ങിയ 3 ആയിട്ട് ഇവയെ തരംതിരിക്കാൻ വേണ്ടി സാധിക്കും. തലഭാഗങ്ങളിൽ കണ്ണുകൾ, സ്പർശകങ്ങൾ, വായ്ഭാഗങ്ങൾ എന്നിവ കാണപ്പെടുന്നുണ്ട്. വക്ഷസ്ഥലങ്ങളിൽ ശക്തമായിട്ടുള്ള ചിറകുകളും കാലുകളും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഉദരഭാഗത്തിലാണ് തേൻ ശേഖരിക്കുന്ന ഭാഗങ്ങളും കുത്തിവയ്പ്പിന് ഉപയോഗിക്കുന്ന സ്ട്രിങ്ങേഴ്സും ഒക്കെ ഉള്ളത്. ഇനി ഇവിടെ നിറവും രൂപവും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ജയന്റ് ഹണിബികൾക്ക് സാധാരണയായിട്ട് മഞ്ഞ, തവിട്ട് നിറവും കറുത്ത വരകളുമുള്ള ശരീരമാണ്. ഉദരഭാഗത്ത് വ്യക്തമായിട്ടുള്ള വരങ്ങൾ കാണുന്നതിനാൽ തന്നെ ഇവയെ തിരിച്ചറിയാൻ വേണ്ടി എളുപ്പമാണ്. ശരീരത്തിൽ ചെറിയ രോമങ്ങൾ ഉണ്ടാകുന്ന പൂക്കളിൽ നിന്ന് പരാഗങ്ങൾ ശേഖരിക്കാൻ വേണ്ടി ഇവയെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇവയുടെ ചിറകുകൾ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവയ്ക്ക് ശക്തമായിട്ടുള്ള 2 ജോഡി സുതാര്യമായിട്ടുള്ള ചിറകുകളുണ്ട്. വലിയ ചിറകുകൾ കാരണം ഇവയ്ക്ക് ദൂരം കൂടുതലായിട്ട് പറക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഭക്ഷണം കണ്ടെത്താനായി ഒരു ദിവസത്തിൽ തന്നെ വലിയ ദൂരങ്ങൾ ഇവയ്ക്ക് പറക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ഇവയുടെ കണ്ണുകളും സ്പർശകങ്ങളും നോക്കുകയാണെങ്കിൽ ജയന്റ് ഹണിബികൾക്ക് വലിയ സംയുക്തമായിട്ടുള്ള കണ്ണുകൾ ഉണ്ട്. അതുവഴി ചുറ്റുപാടുമുള്ള ചലനങ്ങൾ വളരെ വേഗത്തിൽ തിരിച്ചറിയാൻ വേണ്ടി ഇവയ്ക്ക് കഴിയുന്നുണ്ട്. കൂടാതെ 2 ആന്റിനെ ഉപയോഗിച്ച് ഗന്ധവും സ്പർശനവും ഒക്കെ തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കുന്നു. ഇത് പൂക്കളെയും ഭക്ഷണ ഉറവിടങ്ങളും ഒക്കെ കണ്ടെത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ സ്ട്രിങ് അല്ലെങ്കിൽ കുത്തിവയ്പ്പ് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവയുടെ പ്രധാന പ്രതിരോധ ആയുധം എന്ന് പറയുന്നത് സ്ട്രിങ് ആണ്. ജയന്റ് ഹണിബികൾ അവയുടെ കൂടിനെ സംരക്ഷിക്കാൻ വളരെ ശക്തമായിട്ടുള്ള ആക്രമിക്കാൻ വേണ്ടി കഴിവുള്ളവയാണ്. അതിനാൽ തന്നെ ഇവയുടെ കുത്തിവയ്പ്പ് മനുഷ്യർക്ക് വളരെ വേദനാജനകമായിരിക്കും. മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നെ പ്രത്യേകത എന്ന് നോക്കുകയാണെങ്കിൽ ജയന്റ് ഹണിബികൾ സാധാരണയായിട്ട് വലിയ തുറന്ന കൂടുകളാണ് ഇവയുടെ കൂടുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു വലിയ കൂടിൽ തന്നെ ആയിരക്കണക്കിന് തേനീച്ചകൾ ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്. ഇത് ഇവയുടെ ശക്തമായിട്ടുള്ള ശരീര വലുപ്പവും ശക്തമായിട്ടുള്ള ചിറകുകളും മറ്റു തേനീച്ചകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വലിയ ശരീര വലുപ്പവും ശക്തമായിട്ടുള്ള ചിറകുകളും വ്യക്തമായിട്ടുള്ള നിറപ്പകിട്ടും ശക്തമായിട്ടുള്ള കുത്തിവയ്പ്പ് എന്നിവയാണ് ജയന്റ് ഹണിബിയുടെ പ്രധാനമായിട്ടുള്ള ശാരീരിക സവിശേഷതകൾ. ഈ ശാരീരിക സവിശേഷതകൾ ഇവയെ പ്രകൃതിയിലെ ശക്തമായിട്ടുള്ള പോളിനേറ്റർ മാരമാക്കുകയും വനപരിസ്ഥിതിയുടെ സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിൽ പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിവിടെ ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ ഹാബിറ്റൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നോക്കുകയാണെങ്കിൽ
സാധാരണയായിട്ട് ജൈൻറ്റ് ഹണിബി പ്രകൃതിദത്തമായിട്ടുള്ള വനപ്രദേശങ്ങളിലും തുറന്ന പ്രദേശങ്ങളിലുമാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. വാസസ്ഥലം തിരഞ്ഞെടുക്കുന്നത് പരിസ്ഥിതി ഘടകങ്ങൾ, ഭക്ഷണ സ്രോതസ്സുകൾ, സുരക്ഷിതത്വം തുടങ്ങിയ കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ്. വലിയ കൂട്ടമായിട്ട് ജീവിക്കാനാൽ തന്നെ ഇവയ്ക്ക് വിശാലവും സുരക്ഷിതവുമായിട്ടുള്ള സ്ഥലങ്ങൾ അത്യാവശ്യമാണ്. ഒന്നാമതായിട്ട് വനപ്രദേശങ്ങളിലെ വാസമാണ്. ജൈൻറ്റ് ഹണിബികൾ സാധാരണയായിട്ട് കടുത്ത വനങ്ങൾ, മലനിരകൾ, നദീതടങ്ങൾ എന്നിവിടങ്ങളിലാണ് കൂടുതലായിട്ട് താമസിക്കുന്നത്. ഇന്ത്യ, നേപ്പാൾ, ശ്രീലങ്ക, തായ്ലൻഡ്, മ്യാൻമാർ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലെ ഉഷ്ണമേഖലാ വനങ്ങളിൽ ഇവയുടെ പ്രധാന ആവാസ സ്ഥലങ്ങളാണ്. ഈ വനപ്രദേശങ്ങളിൽ പൂക്കൾ ധാരാളം ലഭിക്കുന്നതിനാൽ തന്നെ ഇവയ്ക്ക് ആവശ്യമായിട്ടുള്ള നെക്ടറും പരാഗ കണങ്ങളും ലഭിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പിന്നെ ഉയരമുള്ള മരങ്ങളാണ്. ജൈൻറ്റ് ഹണിബികൾ സാധാരണയായിട്ട് വളരെ ഉയരമുള്ള മരങ്ങളുടെ കൊമ്പുകളിലാണ് കൂട് നിർമ്മിക്കുന്നത്. മരങ്ങളുടെ ഉയരത്തിലുള്ള സ്ഥാനം ഇവയ്ക്ക് ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നൽകുന്നുണ്ട്. വലിയ കൊമ്പുകളുടെ അടിഭാഗത്താണ് ഇവ ഒരു വലിയ തുറന്ന കോമ്പ് രൂപത്തിലുള്ള കൂട് നിർമ്മിക്കുന്നത്. പിന്നെ പാറക്കെട്ടുകളും കുന്നുകളും ഒക്കെ ഇവയുടെ കൂടാണ്. ചിലപ്പോൾ ഇവ പാറക്കെട്ടുകൾ, കുന്നിൻ ചെരിവുകൾ, പാറക്കുഴികൾ എന്നിവിടങ്ങളിലും കൂട് നിർമ്മിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ സുരക്ഷിതമായതിനാൽ ശത്രുക്കൾക്ക് സമീപിക്കാൻ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് മലപ്രദേശങ്ങളിൽ ഇവയെ പാറക്കെട്ടുകളിൽ കൂട്ടമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ തുറന്ന കൂട് നിർമ്മാണമാണ് ഇവയുടെ പ്രത്യേകത. മറ്റു ചില തേനീച്ചകളെ പോലെ തന്നെ അടഞ്ഞ കൂടുകൾ ഇവ താമസിക്കാറില്ല. ജൈൻറ്റ് ഹണിബികൾ സാധാരണയായിട്ട് തുറന്ന കൂട്, ഒരു ഓപ്പൺ നെസ്റ്റാണ് നിർമ്മിക്കുന്നത്. വലിയ തേനീച്ചട്ടിയുടെ രൂപത്തിലുള്ള കൂട് ഒരു മരക്കൊമ്പിൽ തൂങ്ങിയ നിലയിൽ കാണപ്പെടുന്നുണ്ട്. ആയിരക്കണക്കിന് തേനീച്ചകളുള്ള ഒരേ കൂടിൽ തന്നെ ഒരുമിച്ച് ജീവിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഭക്ഷണ സ്രോതസ്സിനടുത്തുള്ള വാസമായിരിക്കും ഇവ. പൂക്കൾ കൂടുതലുള്ള പ്രദേശങ്ങളാണ് ഇവ താമസിക്കുവാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നത്. വനപ്രദേശങ്ങൾ, കൃഷിയിടങ്ങൾ, നദീതടങ്ങൾ എന്നിവയിൽ ധാരാളം പൂക്കൾ ലഭിക്കുന്നതിനാൽ തന്നെ ഇവ അവിടങ്ങളിൽ കൂട് നിർമ്മിക്കുന്നുണ്ട്. അങ്ങനെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് ഇവ നെക്ടറും പരാഗ കണങ്ങളും ശേഖരിച്ച് തേനായിട്ട് സംഭരിക്കുന്നു. പിന്നെ കാലാവസ്ഥയുടെ സ്വാധീനം ഇവയുടെ ആവാസ വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ജൈൻറ്റ് ഹണിബികൾ സാധാരണയായിട്ട് ഉഷ്ണമേഖലാ കാലാവസ്ഥയുള്ള പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. വളരെ തണുത്ത പ്രദേശങ്ങളിൽ ഇവയുടെ എണ്ണം കുറവായിരിക്കും. കാലാവസ്ഥ മാറ്റങ്ങൾ ചിലപ്പോൾ ഇവയുടെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റിടത്തിലേക്ക് സീസണൽ മൈഗ്രേഷൻ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജൈൻറ്റ് ഹണിബികൾ പ്രധാനമായിട്ടും വനപ്രദേശങ്ങൾ, ഉയരമുള്ള മരങ്ങൾ, പാറക്കെട്ടുകൾ, പൂക്കൾ ധാരാളമായിട്ട് ലഭിക്കുന്ന പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് താമസിക്കുന്നത്. തുറന്ന കൂടുകൾ നിർമ്മിക്കുന്ന അവയുടെ ജീവിത രീതി പ്രകൃതിയുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്നവയാണ്. അതുകൊണ്ട് തന്നെ ഇവ പരാഗണം വഴി വനങ്ങളും സസ്യലോകവും ഒക്കെ നിലനിർത്താൻ വേണ്ടി വളരെ പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ഒരു ജീവിയായിട്ട് കണക്കാക്കാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് ഇവയുടെ ആഹാരവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ ആഹാരം പ്രധാനമായിട്ടും പൂക്കളിൽ നിന്ന് ലഭിക്കുന്ന നെക്ടറും പരാഗ കണങ്ങളുമാണ്. ഈ ഭക്ഷണ സ്രോതസ്സുകൾ ഇവയുടെ വളർച്ചയ്ക്കും കോളനിയുടെ നിലനിൽപ്പിനുമൊക്കെ വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഒന്നാമതായിട്ട് നെക്ടറാണ്. നെക്ടർ എന്ന് പറയുന്നത് ജൈൻറ്റ് ഹണിബികളുടെ പ്രധാനമായിട്ടുള്ള ഭക്ഷണമാണ്. പൂക്കളിൽ നിന്ന് ലഭിക്കുന്ന നെക്ടർ ആണ് ഇവയുടെ പ്രധാനമായിട്ടുള്ള ഭക്ഷണം. നെക്ടർ ഒരു മധുരമുള്ള ദ്രാവകമാണ്. ഇത് പൂക്കളുടെ അകത്തുള്ള നെക്ടർ ഗ്രന്ഥികളിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. തേനീച്ചകൾ അവയുടെ നീളമുള്ള നാവ് ഉപയോഗിച്ച് ഈ നെക്ടർ ശേഖരിക്കുന്നു. ശേഖരിച്ച നെക്ടർ അവയുടെ ശരീരത്തിലുള്ള ഹണി സ്റ്റൊമക്ക് എന്ന പ്രത്യേക ഭാഗത്ത് സംഭരിച്ച് കൂട്ടിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് ഈ നെക്ടർ തേനായിട്ട് മാറ്റി കോളനികൾക്കുള്ളിൽ സംഭരിക്കുന്നുണ്ട്. പിന്നെ പരാഗണങ്ങളാണ്, പോളൻ എന്ന് പറയും. പൂക്കളിൽ നിന്ന് ലഭിക്കുന്ന പരാഗണങ്ങൾ ജൈൻറ്റ് ഹണിബികൾക്ക് മറ്റൊരു പ്രധാന ഭക്ഷണമാണ്. പരാഗണങ്ങൾ പ്രോട്ടീൻ, വിറ്റാമിനുകൾ, ഖനിജകൾ എന്നിവ അടങ്ങിയ സമ്പുഷ്ടമായിട്ടുള്ള ഭക്ഷണമാണ്. ഇത് പ്രധാനമായിട്ടും ലാർവെ, അതായത് കുഞ്ഞു തേനീച്ചകൾ വളരാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ നൽകുന്നുണ്ട്. തേനീച്ചകൾ പൂക്കളിൽ നിന്ന് പോളൻ ശേഖരിച്ച് അവയുടെ കാലുകളിലുള്ള പോളൻ ബാസ്ക്കറ്റ് എന്ന ഭാഗത്ത് സൂക്ഷിച്ച് കൂടുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ജൈൻറ്റ് ഹണിബികൾ ശേഖരിച്ച് നെക്ടർ ഉപയോഗിച്ച് തേൻ നിർമ്മിക്കുന്നുണ്ട്. തേൻ അവയുടെ പ്രധാന ഊർജ്ജ സ്രോതസ്സുകളാണ്. കോളനികളുടെ വർക്കർ ബീസ് ഈ തേൻ ഉപയോഗിച്ച് തങ്ങൾക്കും മറ്റ് അംഗങ്ങൾക്കും ഭക്ഷണം നൽകുന്നുണ്ട്. കാലാവസ്ഥ അനുകൂലമല്ലാത്ത സമയങ്ങളിൽ, പ്രത്യേകിച്ച് പൂക്കൾ കുറവുള്ള സമയങ്ങളിൽ ശേഖരിച്ച തേൻ കോളനികളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. കുഞ്ഞു തേനീച്ചകളുടെ ഭക്ഷണം സംഭവിച്ച് നോക്കുകയാണെങ്കിൽ കോളനികളിലെ ലാർവകൾക്ക് വർക്കർ ബീസ് പ്രത്യേകമായിട്ട് തയ്യാറാക്കിയ ഭക്ഷണം നൽകുന്നുണ്ട്. നെക്ടറും പോളനും ചേർത്ത് തയ്യാറാക്കിയ ഈ ഭക്ഷണം കുഞ്ഞു തേനീച്ചകളുടെ വളർച്ചയ്ക്ക് സഹായകരമാകുന്നുണ്ട്. ഇനി ഇവ ഭക്ഷണം ശേഖരിക്കുന്ന രീതിയാണ്. ജൈൻറ്റ് ഹണിബികളിൽ വർക്കർ ബീസ് ആണ് ഭക്ഷണം ശേഖരിക്കുന്ന പ്രധാനമായിട്ടുള്ള പ്രവർത്തനം ചെയ്യുന്നത്. ഇവ പൂക്കൾ കൂടുതലുള്ള പ്രദേശങ്ങൾ കണ്ടെത്തി അവിടങ്ങളിൽ നിന്ന് നെക്ടറും പോളനും ശേഖരിക്കുന്നുണ്ട്. ഒരു വർക്കർ ബീ ദിവസത്തിൽ നിരവധി പൂക്കൾ സന്ദർശിച്ച് ഭക്ഷണം ശേഖരിക്കും. ഇതിലൂടെ സസ്യങ്ങളിൽ പോളിനേഷൻ നടക്കുകയും പ്രകൃതിയുടെ സമതുലനാവസ്ഥ നിലനിർത്താൻ വേണ്ടി സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജൈൻറ്റ് ബീകളുടെ ആഹാരം പ്രധാനമായിട്ടും നെക്ടർ, പോളൻ, തേൻ എന്നിവയാണ്. ഈ ഭക്ഷണ സ്രോതസ്സുകൾ ഇവയുടെ ഊർജ്ജത്തിനും വളർച്ചയ്ക്കും കോളനികളുടെ നിലനിൽപ്പിനും അത്യന്താപേക്ഷിതമാണ്. കൂടാതെ പൂക്കളിൽ നിന്ന് ഭക്ഷണം ശേഖരിക്കുന്നതിലൂടെ ഇവ നടത്തുന്ന പോളിനേഷൻ പ്രകൃതിയിലെ സസ്യജാലങ്ങളുടെ നിലനിൽപ്പിനും വലിയ സഹായകരമാണ്.
ഇനി നമുക്ക് ഇവയുടെ സ്വഭാവവും പെരുമാറ്റവും സംബന്ധിച്ച് ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നോക്കുകയാണെങ്കിൽ ജയൻറ്റ് ഹണിബി വലിയ കോളനികളായിട്ട് ജീവിക്കുകയും പരസ്പരം സഹകരണത്തിലൂടെ അവയുടെ ജീവിതം ക്രമീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ജയൻറ്റ് ഹണിബികളുടെ പെരുമാറ്റത്തിൽ വലിയ കൂട്ടായിട്ടുള്ള പ്രവർത്തനം, ശക്തമായിട്ടുള്ള പ്രതിരോധം, ഭക്ഷണം കണ്ടെത്താവുന്ന കഴിവ്, ആശയവിനിമയം തുടങ്ങിയ നിരവധി പ്രത്യേകതകൾ കാണപ്പെടുന്നുണ്ട്. ഒന്നാമതായിട്ട് ഇവയുടെ സാമൂഹിക ജീവിതമാണ്. ജയൻറ്റ് ഹണീബികൾ സാമൂഹിക കീടങ്ങൾ, അതായത് സോഷ്യൽ ഇൻസെക്ട്സ് ആണ്. ഒരു കോളനിയിൽ ആയിരക്കണക്കിന് തേനീച്ചകൾ ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്. കോളനിയിൽ സാധാരണയായിട്ട് 3 വിഭാഗം തേനീച്ചകൾ കാണപ്പെടുന്നുണ്ട്. ക്യൂൻ ബീസ്, വർക്കർ ബീസ്, ഡ്രോൺ ബീസ് എന്നിവയായിരിക്കും. അതിനകത്ത് ക്യൂൻ ബി എന്ന് പറയുന്നത് മുട്ടയിടുന്ന പ്രധാനമായിട്ടുള്ള അംഗമായിരിക്കും. വർക്കർ ബി എന്ന് പറയുന്നത് ഭക്ഷണം ശേഖരിക്കൽ, കൂട് സംരക്ഷിക്കൽ, കുഞ്ഞുങ്ങളെ പരിപാലിക്കൽ തുടങ്ങിയ ജോലികൾ ചെയ്യുന്നുണ്ട്. ഡ്രോൺ ബി എന്ന് പറയുന്നത് ആൺ തേനീച്ചകളാണ്. പ്രധാനമായിട്ടും രാജ്ഞിയുമായിട്ട് ഇണചേരുന്നതാണ് ഇവയുടെ പ്രധാനമായിട്ടുള്ള പങ്ക്. ഈ കൂട്ടായിട്ടുള്ള ജീവിത രീതി കോളനികളുടെ വിജയത്തിനും നിലനിൽപ്പിനുമൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ ശക്തമായിട്ടുള്ള പ്രതിരോധ സ്വഭാവം എന്നാണ് ഇവയുടെ പെരുമാറ്റ രീതിയിലെ പ്രധാനമായിട്ടുള്ള സ്വഭാവം. ജയൻറ്റ് ഹണീബികളുടെ അവയുടെ കൂടിനെ സംരക്ഷിക്കുന്നത് വളരെ ശക്തമാണ്. ശത്രുക്കൾ സമീപിച്ചാൽ മുഴുവൻ കോളനികളും ഒരുമിച്ച് ആക്രമിക്കാൻ വേണ്ടി തയ്യാറാവും. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇവിടെ സ്ട്രിങ്ങർ ഉപയോഗിച്ച് ശത്രുക്കളെ പ്രതിരോധിക്കുന്നു. മനുഷ്യർക്ക് പോലും അവയുടെ കൂടിനകത്ത് എന്നാൽ ആക്രമണം നേരിടാൻ വേണ്ടി സാധ്യതയുണ്ടെന്ന് നമുക്കറിയാം. പിന്നെ ആശയവിനിമയമാണ് ഇവയുടെ അടുത്തൊരു സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത്. ജയൻറ്റ് ഹണീബികൾ തമ്മിൽ ആശയവിനിമയം നടത്താൻ വേണ്ടി പ്രത്യേക രീതികൾ ഉപയോഗിക്കുന്നുണ്ട്. ഭക്ഷണ സ്രോതസ്സുകൾ കണ്ടെത്തുമ്പോൾ വർക്കർ ബീസ് കൂടിലേക്ക് മടങ്ങി ഡാൻസ് മൊമെൻറ്റ്സ് വഴി മറ്റ് തേനീച്ചകൾക്ക് ആ സ്ഥലം അറിയിക്കുന്നുണ്ട്. ഈ രീതിയെ സാധാരണയായിട്ട് വാഗൽ ഡാൻസ് എന്ന് വിളിക്കുന്നുണ്ട്. ഇവയിലൂടെ മറ്റു വർക്കർ ബീസ് എവിടെയാണോ ഭക്ഷണം ലഭ്യമായതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പിന്നെ ഭക്ഷണം ശേഖരിക്കുന്ന ഇവയുടെ സ്വഭാവം സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വർക്കർ ബീസാണ് പ്രധാനമായിട്ടും ഭക്ഷണം ശേഖരിക്കുന്നത്. ഇവ പൂക്കൾ കൂടുതലുള്ള പ്രദേശങ്ങൾ കണ്ടെത്തി അവിടങ്ങളിൽ നിന്ന് നെക്ടറും പോളനും ശേഖരിക്കുന്നുണ്ട്. ഒരു വർക്കർ ബീ ഒരു ദിവസത്തിൽ തന്നെ നിരവധി കിലോമീറ്റർ വരെ പറന്ന് ഭക്ഷണം കണ്ടെത്താൻ വേണ്ടി കഴിയുന്നുണ്ട്. പിന്നെ ഇവയുടെ കൂട്ടായ സംരക്ഷണ പെരുമാറ്റമാണ്. ജയൻറ്റ് ബീസുകളിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേക പെരുമാറ്റമാണ് ഷെമറിങ് ബിഹേവിയർ. ശത്രുക്കളെ സമീപിക്കുമ്പോൾ ആയിരക്കണക്കിന് തേനീച്ചകൾ ഒരുമിച്ച് ശരീരം ചലിപ്പിച്ച് തരംഗം പോലെ ഒരു ദൃശ്യ പ്രഭാവം സൃഷ്ടിക്കുന്നുണ്ട്. ഇതിലൂടെ പക്ഷികൾ പോലുള്ള ശത്രുക്കൾ ഭയന്ന് അകന്നു പോകുന്നുണ്ട്. പിന്നെ ഒരു സവിശേഷതയാണ് സീസണൽ സഞ്ചാരമാണ്. ചില സമയങ്ങളിൽ ജയൻറ്റ് ഹണീബികൾ ഒരു പ്രദേശത്തു നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സീസണൽ മൈഗ്രേഷൻ നടത്താറുണ്ട്. പൂക്കളുടെയും ഭക്ഷണ സ്രോതസ്സുകളുടെയൊക്കെ ലഭ്യത അനുസരിച്ച് ഇവ പുതിയ സ്ഥലങ്ങളിൽ കൂട് നിർമ്മിച്ച് താമസിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജയൻറ്റ് ഹണീബികളുടെ പെരുമാറ്റം വളരെ ക്രമബന്ധവും കൂട്ടായ പ്രവർത്തനങ്ങളുടെയും ഒക്കെ ബന്ധപ്പെട്ടതാണ്. ശക്തമായിട്ടുള്ള പ്രതിരോധ സ്വഭാവം, ആശയവിനിമയ ശേഷി, കൂട്ടായിട്ടുള്ള ജീവിത രീതി എന്നിവയെ പ്രകൃതിയിലെ പ്രധാന പോളിനേഷന്മാരായിട്ട് മാറ്റുന്നുണ്ട്. ഈ സ്വഭാവങ്ങൾ കാരണം ജയൻറ്റ് ഹണീബികൾ പ്രകൃതിയുടെ സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവയുടെ റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രജനനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നോക്കുകയാണെങ്കിൽ ജയൻറ്റ് ഹണീബി സാധാരണയായിട്ട് വളരെ ക്രമബദ്ധമായിട്ടുള്ള ഒരു പ്രജനന സംവിധാനമുള്ള ഒരു സാമൂഹിക കീടമാണ്. ഇവിടെ കോളനിയിൽ പ്രധാനമായിട്ടും ക്യൂൻ ബി, അതായത് രാജ്ഞിയാണ് പ്രജനനത്തിൻ്റെ കേന്ദ്രബിന്ദു. രാജ്ഞി തേനീച്ച മുട്ടയിടുന്നതിലൂടെ കോളനിയിലെ പുതിയ അംഗങ്ങൾ ജനിക്കുന്നുണ്ട്. രാജ്ഞിയുടെ പങ്ക് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ജയൻറ്റ് ഹണീബി കോളനിയിൽ പ്രധാനമായി ഒരു രാജ്ഞി തേനീച്ച മാത്രമേ ഉണ്ടാവൂ. രാജ്ഞിയുടെ പ്രധാന ജോലി മുട്ടയിടുക എന്നത് മാത്രമാണ്. ആരോഗ്യമുള്ളൊരു രാജ്ഞി ദിവസത്തിൽ 100 കണക്കിന് മുട്ടകൾ വരെ ഇടാൻ വേണ്ടി കഴിയും. ഈ മുട്ടകളിൽ നിന്നാണ് വർക്കർ ബീസ്, ഡ്രോൺ ബീസ് എന്നിവ വളരുന്നത്. മീറ്റിങ്ങിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പ്രജനനത്തിനായിട്ട് രാജ്ഞി തേനീച്ച ഡ്രോൺ ബീസ് എന്ന ആൺ തേനീച്ചകളുമായിട്ട് മീറ്റിംഗ് ചെയ്യുന്നു. ഇത് സാധാരണയായിട്ട് മേറ്റിംഗ് ഫ്ലൈറ്റ് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക പറക്കലിലൂടെ സംഭവിക്കുന്നതാണ്. രാജ്ഞി ആകാശത്തേക്ക് പറക്കുന്ന സമയത്ത് ഡ്രോൺ ബീസ് അവളുമായിട്ട് മീറ്റിംഗ് ചെയ്യുന്നു. ഈ സമയത്ത് രാജ്ഞി സ്പേം ശേഖരിച്ച് തൻ്റെ ശരീരത്തിലുള്ള സ്പെർമത്തേക്ക എന്ന ഭാഗത്ത് സംഭരിക്കുന്നു. ഈ സംഭരിച്ച സ്പേം ഉപയോഗിച്ച് രാജ്ഞി ജീവിതകാലം മുഴുവൻ മുട്ടകൾ ഫെർട്ടിലൈസ് ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇത് ജീവികളിൽ കാണപ്പെടുന്ന അപൂർവമായിട്ടുള്ള റീപ്രൊഡക്ഷൻ രീതിയാണ്. അപ്പോൾ ഇവിടെ മുട്ടയിടൽ സംഭവിച്ച് നോക്കുകയാണെങ്കിൽ കൂട്ടുകൂടലിന് ശേഷം രാജ്ഞി തേനീച്ച കോംബ് സെൽസ് എന്ന ചെറിയ കോശങ്ങളിൽ മുട്ടകൾ ഇടുന്നുണ്ട്. ഓരോ സെല്ലിനും സാധാരണയായിട്ട് ഒരു മുട്ട മാത്രമേ ഇടാറുള്ളൂ. വർക്കർ ബീസ് ഈ മുട്ടകളെയും പിന്നീട് വരുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ശ്രദ്ധയോടെ പരിപാലിക്കുന്നുണ്ട്. ഇവയുടെ വളർച്ചാ ഘട്ടങ്ങൾ നോക്കുകയാണെങ്കിൽ ജയൻറ്റ് ഹണീബികളുടെ ജീവിതചക്രം സാധാരണയായിട്ട് 4 പ്രധാന ഘട്ടമായിട്ട് നടക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എഗ്ഗാണ്, 2 ലാർവയാണ്, പിന്നെ പ്യൂപ്പ എന്നതാണ്, പിന്നെ അഡൽട്ട് ബി എന്ന ഘട്ടമാണ്. മുട്ടകളിൽ നിന്ന് ലാർവ പുറത്തു വരികയും വർക്കർ ബീസ് നൽകുന്ന ഭക്ഷണം അത് കഴിച്ച് വളരുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് പ്യൂപ്പ കാലഘട്ടത്തിലൂടെ പൂർണ്ണ വളർച്ചയിലുള്ള തേനീച്ചയായിട്ട് ഇവ മാറുന്നുണ്ട്. പുതിയ രാജ്ഞിയുടെ രൂപീകരണം സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ചില സാഹചര്യങ്ങളിൽ കോളനിയിൽ പുതിയ ക്യൂൻ ബീസ് രൂപപ്പെടാൻ വേണ്ടി സാധ്യതയുണ്ട്. പഴയ രാജ്ഞി വയസ്സാവുകയോ കോളനി വലുതാവുകയോ ചെയ്താൽ വർക്കർ ബീസ് ചില ലാർവകൾക്ക് പ്രത്യേക പോഷകസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം നൽകുന്നുണ്ട്. ഇതുവഴി ക്യൂൻ ബീസായി ഇത് വളരുകയാണ് ചെയ്യുന്നത്. ഈ പ്രക്രിയ കോളനി
കോളനിയുടെ തുടർച്ച ഉറപ്പാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പിന്നെ സ്വാർമിംഗ് പ്രക്രിയയാണ്. കോളനി വളരെ വലുതാകുമ്പോൾ സ്വാർമിംഗ് എന്ന പ്രക്രിയ നടത്താൻ വേണ്ടി സാധിക്കും. പഴയ രാജ്ഞിയും വർക്കർ ബീസും അവയുടെ വലിയ കൂട്ടങ്ങളും കൂട് വിട്ട് പുതിയ സ്ഥലങ്ങളിലേക്ക് പോകുന്ന പ്രക്രിയയാണിത്. അവിടെ അവർ പുതിയ കൂട് നിർമ്മിച്ച് പുതിയ കോളനിയായിട്ട് ആരംഭിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്പിസ് ഡോർസാറ്റ എന്ന ജയന്റ് ഹണീബികളുടെ പ്രജനന സംവിധാനം വളരെ ക്രമബന്ധവും സാമൂഹിക സഹകരണത്തിലൂന്നിയതുമാണ്. രാജ്ഞിയുടെ മുട്ടയിടൽ, ഡ്രോൺ ബീകളുമായിട്ടുള്ള മീറ്റിംഗ്, വർക്കർ ബീകളുടെ പരിപാലനം എന്നിവയുടെ കൂട്ടായിട്ട പ്രവർത്തനങ്ങളാണ് കോളനികളുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കുമൊക്കെ കാരണമാകുന്നത്. പ്രക്രിയകൾ പ്രകൃതിയിലെ പോളിനേഷൻ സംവിധാനത്തിന്റെയും സസ്യജാലത്തിന്റെ നിലനിൽപ്പിനെയും പിന്തുണയ്ക്കുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഇവയുടെ ലൈഫ് സ്പാനും ത്രെഡ്സും പ്രൊഡക്റ്റേഴ്സും ഒക്കെ നോക്കുകയാണെങ്കിൽ സാധാരണയായിട്ട് ജയന്റ് ഹണീബി വനപരിസ്ഥിതിയിൽ സസ്യങ്ങളുടെ പരാഗണത്തിൽ ഇവ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇവിടെ ലൈഫ് സ്പാൻ നോക്കുകയാണെങ്കിൽ ജയന്റ് ഹണീബികളുടെ ജീവിതകാലം കോളനിയിലെ ഇവയുടെ പങ്ക് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. കോളനിയിലെ രാജ്ഞി തേനീച്ച ഏറ്റവും ദീർഘായുസുള്ള അംഗമാണ്. സാധാരണയായിട്ട് ഒരു രാജ്ഞി തേനീച്ച 2 മുതൽ 3 വർഷം വരെ ജീവിക്കും. ഈ കാലയളവിൽ അവൾ ആയിരക്കണക്കിന് മുട്ടകൾ ഇടുകയും കോളനികളുടെ തുടർച്ച ഉറപ്പാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ തൊഴിലാളി തേനീച്ചയാണ്, അല്ലെങ്കിൽ വർക്കർ ബി ആണ്. വർക്കർ ബി തേനീച്ചകളാണ് കോളനിയിലെ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ. ഇവയുടെ ജീവിതകാലം സാധാരണയായിട്ട് 5 മുതൽ 8 ആഴ്ച വരെ മാത്രമാണ്. ഭക്ഷണം ശേഖരിക്കൽ, കൂട് സംരക്ഷിക്കൽ, കുഞ്ഞുങ്ങളുടെ പരിപാലിക്കൽ തുടങ്ങിയ നിരവധി ജോലികൾ ഇവ ചെയ്യുന്നതിനാൽ തന്നെ ഇവയുടെ ആയുസ് കുറവായിരിക്കും. പിന്നെ ഡ്രോൺ ബീസ് ആണ്, അല്ലെങ്കിൽ ആൺ തേനീച്ചകളാണ്. ഡ്രോൺ തേനീച്ചകളുടെ പ്രധാന ജോലി രാജ്ഞിയുമായിട്ട് കൂട്ടുകൂടലാണ്, മേറ്റിംഗ് ആണ്. ഇവിടെ ജീവിതകാലം സാധാരണയായിട്ട് കുറച്ച് ആഴ്ചകൾ മാത്രമാണ്. മേറ്റിങ്ങിന് ശേഷം ഇവ സാധാരണയായിട്ട് മരിക്കുകയാണ് ചെയ്യുന്നത്. ഇവയുടെ ഭീഷണി സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ജയന്റ് ഹണീബികളുടെ നിലനിൽപ്പിന് നിരവധി ഭീഷണികൾ ഉണ്ടാകാൻ വേണ്ടിയുള്ള സാധ്യതയുണ്ട്. ഒന്നാമതായിട്ട് വനനശീകരണമാണ്. വനപ്രദേശങ്ങൾ നശിക്കുന്നത് ഇവയുടെ പ്രധാന ആവാസ സ്ഥലങ്ങൾ നഷ്ടപ്പെടുന്നതിന് വേണ്ടി കാരണമാകുന്നുണ്ട്. ഉയരമുള്ള മരങ്ങൾ ഇല്ലാതാവുമ്പോൾ ഇവയ്ക്ക് കൂട് നിർമ്മിക്കാൻ വേണ്ടി അനുയോജ്യമായിട്ടുള്ള വാസസ്ഥലങ്ങൾ കുറയാൻ വേണ്ടി സാധ്യതയുണ്ട്. പിന്നെ കീടനാശിനികളാണ്. കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ തേനീച്ചകൾക്ക് വിഷകരമായിരിക്കും. പൂക്കളിൽ നിന്ന് നെക്ടർ ശേഖരിക്കുമ്പോൾ ഈ വിഷവസ്തുക്കൾ അവയുടെ ആരോഗ്യത്തെ വളരെയധികം ബാധിക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. പിന്നെ കാലാവസ്ഥ മാറ്റമാണ്. കാലാവസ്ഥയിലെ മാറ്റങ്ങൾ പൂക്കളിലെ ലഭ്യതയെ ബാധിക്കുന്നുണ്ട്. ഇതുവഴി ജയന്റ് ഹണിബീകൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം കുറയാൻ വേണ്ടി സാധ്യതയുണ്ട്. പിന്നെ മനുഷ്യരുടെ ഇടപെടലാണ്. ചില പ്രദേശങ്ങളിൽ മനുഷ്യർ തേൻ ശേഖരിക്കാൻ വേണ്ടി കൂടുകൾ നശിപ്പിക്കാറുണ്ട്. ഇത് തേനീച്ച കോളനികളുടെ നാശത്തിന് കാരണമായേക്കാം. പിന്നെ ശത്രുക്കളെ പറ്റി, നാച്ചുറൽ പ്രൊഡക്റ്റേഴ്സിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് പക്ഷികളാണ്. ചില പക്ഷികൾ തേനീച്ചകളെ ഭക്ഷണമാക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഏഷ്യൻ ബീ ഈറ്റർ പോലുള്ള പക്ഷികൾ തേനീച്ചകളെ പിടിച്ച് ഭക്ഷിക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. പിന്നെ കരടികളാണ്. വനപ്രദേശങ്ങളിൽ സ്ലോത്ത് ബിയർ പോലുള്ള കരടികൾ തേൻ ശേഖരിക്കാൻ വേണ്ടി കൂടുകൾ തകർക്കാറുണ്ട്. ചില കീടങ്ങളും ചെറിയ പല്ലുകളും തേനീച്ചകളെ ഭക്ഷണമാക്കുകയോ അവയുടെ കൂടിനെ നശിപ്പിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. ഇനി നമുക്ക് ഇവിടെ സംരക്ഷണ സ്ഥിതി അല്ലെങ്കിൽ കൺസർവേഷൻ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ജയന്റ് ഹണീബികൾ നിരവധി വനസസ്യങ്ങൾക്കും കൃഷി വിളകൾക്കും ഒക്കെ പരാഗണം നടത്തുന്ന ജീവിയാണ്. അതിലൂടെ സസ്യങ്ങളുടെയും പ്രജനനവും വിത്തുകളുടെ രൂപീകരണവും ഒക്കെ സാധ്യമാകുന്നുണ്ട്. തേനീച്ചകളുടെ എണ്ണം കുറയുകയാണെങ്കിൽ സസ്യങ്ങളുടെ വളർച്ചയ്ക്കും ബയോഡൈവേഴ്സിറ്റിയും ഒക്കെ അത് വളരെയധികം ബാധിക്കാം. അതുകൊണ്ട് തന്നെ ജയന്റ് ഹണീബികളെ സംരക്ഷിക്കുന്നത് പ്രകൃതിയിലെ സ്ഥിരതയ്ക്കും ഭക്ഷ്യ സുരക്ഷയ്ക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ജയന്റ് ഹണീബികൾ പല പ്രദേശങ്ങളിലും ഇപ്പോഴും കാണപ്പെടുന്നുണ്ടെങ്കിലും ചില പ്രദേശങ്ങളിൽ ഇവയുടെ എണ്ണം കുറയുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. വനനശീകരണം, മനുഷ്യരുടെ ഇടപെടൽ, കീടനാശിനികളുടെ ഉപയോഗം എന്നിവ ഇവയുടെ ജനസംഖ്യയെ ബാധിക്കുന്ന പ്രധാനമായിട്ടുള്ള കാരണങ്ങളാണ്. അതിനാൽ തന്നെ ഈ തേനീച്ച ഇന്നത്തെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധ നൽകേണ്ടതുണ്ട്. ഇനി നമുക്ക് ഇവയുടെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഏപ്പിസ് ഡോർസാറ്റ എന്നറിയപ്പെടുന്ന ജയന്റ് ഹണിബികൾ ലോകത്തിലെ ഏറ്റവും വലിയ തേനീച്ച ഇനങ്ങളിൽ ഒന്നാണെന്ന് നമുക്കറിയാം. ദക്ഷിണേന്ത്യയിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലും ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലാണ് ഇവ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. തേനീച്ചയുടെ ചരിത്രവും സംസ്കാരവും പ്രകൃതിയും തേനീച്ചകൾക്ക് വളരെ പഴക്കമുള്ള ഒരു ബന്ധമാണ്. പുരാതന കാലം മുതൽ മനുഷ്യൻ കാടുകളിൽ നിന്ന് തേൻ ശേഖരിച്ചിരുന്നതായിട്ട് തെളിവുകൾ കാണപ്പെടുന്നുണ്ട്. കുന്നുകളിലോ വലിയ മരങ്ങളിലോ ജയന്റ് ഹണീബികൾ നിർമ്മിക്കുന്ന വലിയ തുറന്ന കൂടുകളിൽ നിന്നാണ് മനുഷ്യർ തേൻ ശേഖരിക്കുന്നത്. ചില പുരാതന ഗുഹാചിത്രങ്ങൾ പോലും തേൻ ശേഖരിക്കുന്ന മനുഷ്യരുടെ ചിത്രങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഇത് മനുഷ്യരും തേനീച്ചകളും തമ്മിലുള്ള ബന്ധം ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നീട് ശാസ്ത്രജ്ഞർ തേനീച്ചകളെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ ആരംഭിച്ചു. 18-ാം നൂറ്റാണ്ടിൽ ഈ വലിയ തേനീച്ച ഇനത്തെ ഏപ്പിസ് ഡോർസാറ്റ എന്ന ശാസ്ത്രീയ നാമത്തിൽ വർഗീകരിച്ചു. പിന്നീട് നടന്ന ഗവേഷണങ്ങൾ വഴി ഇവയുടെ ജീവിത രീതി, കൂട് നിർമ്മാണം, പരാഗണം എന്നിവയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തി. ഇവയുടെ ചരിത്രപരമായിട്ട് ജയന്റ് ഹണിബികൾക്ക് വനപ്രദേശങ്ങളും സസ്യജാലത്തിൻ്റെയൊക്കെ വളർച്ചയിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പൂക്കളിൽ നിന്ന് നെക്ടർ ശേഖരിക്കുന്നതിനിടെ ഇവ പരാഗണം നടത്തുന്നുണ്ട്. ഇതുവഴി നിരവധി വനസസ്യങ്ങൾക്കും കൃഷിവളങ്ങൾക്കും ഒക്കെ പ്രജനനം സാധ്യമാകുന്നു. അതുകൊണ്ട് തന്നെ ഈ തേനീച്ച ഇനം പ്രകൃതിയിലെ ബയോഡൈവേഴ്സിറ്റി നിലനിർത്തുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ദക്ഷിണേന്ത്യയിലെ പല പ്രദേശങ്ങളിലും ജയന്റ് ഹണിബികളിൽ നിന്ന് തേൻ ശേഖരിക്കുന്ന ഒരു പരമ്പരാഗതമായിട്ടുള്ള സംസ്കാരം നിലനിൽക്കുന്നുണ്ട്. ചില ആദിവാസി സമൂഹങ്ങൾ കുന്നുകളിലും പാറക്കെട്ടുകളിലും ഉള്ള കൂടുകളിൽ നിന്ന് സുരക്ഷിതമായിട്ട് തേൻ ശേഖരിക്കും
ശേഖരിക്കുന്ന പ്രത്യേക രീതികൾ വികസിപ്പിച്ചിട്ടുണ്ട്. ഈ രീതികൾ തലമുറകളായിട്ട് പാരമ്പര്യമായിട്ട് കൈമാറപ്പെട്ടതാണ്. ഇന്ന് ജയന്റ് ഹണീബികളെക്കുറിച്ച് നിരവധി ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ട്. ഇവയുടെ പെരുമാറ്റം, പരാഗണ പ്രവർത്തനം, പരിസ്ഥിതിയിലെ പ്രാധാന്യം എന്നിവയെക്കുറിച്ച് ഗവേഷകർ കൂടുതൽ പഠനങ്ങൾ നടത്തുന്നുണ്ട്. കൂടാതെ വനനശീകരണം, കീടനാശിനികൾ, കാലാവസ്ഥകൾ തുടങ്ങിയ ഭീഷണികൾ കാരണം ഇവയുടെ സംരക്ഷണത്തിനും കൂടുതൽ ശ്രദ്ധ നൽകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജയന്റ് ഹണീബികളുടെ ചരിത്രം മനുഷ്യരുടെയും സംസ്കാരങ്ങളോടും പ്രകൃതിയോടും അടുപ്പമായിട്ട് ബന്ധപ്പെട്ടതാണ്. പുരാതന കാലത്ത് തേൻ ശേഖരിക്കുന്നതിലൂടെ ആരംഭിച്ച ഈ ബന്ധം ഇന്ന് ശാസ്ത്രീയ പഠനങ്ങളിലേക്കും പരിസ്ഥിതി സംരക്ഷണത്തിലേക്കും ഒക്കെ വ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ തന്നെ ഏപ്പിസ് ഡോർസാറ്റ എന്ന ഈ വൻതേനീച്ച സംരക്ഷിക്കുന്നത് പ്രകൃതിയെയും മനുഷ്യരുടെയൊക്കെ ഭാവിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ അതിഥിയുടെ വിശേഷം. ഇനി അടുത്ത അതിഥിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.